മോഹൻലാൽ എവിടെ? മമ്മൂട്ടി ഇന്ത്യയിൽ തന്നെ ഉണ്ടോ? ജയറാം എവിടെ പോയി? ജനപ്രിയ നായകൻ മിണ്ടുന്നതേയില്ല. വെള്ളിത്തിരയിലെ വീരശൂര നായകന്മാർ കണ്ടം വഴി ഓടി രക്ഷപ്പെടുന്ന അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മോഹൻലാൽ രാജിവെച്ചു. പിന്നാലെ കൂട്ടരാജിയാണ് ഉണ്ടായത്. ഭരണസമിതി അംഗങ്ങളെല്ലാം രാജിവെച്ച് രക്ഷപ്പെട്ടു. രാജിവെച്ച ശേഷം ഏറെ വൈകാരികമായാണ് മോഹൻലാൽ പ്രതികരിച്ചത്. മമ്മൂട്ടിയോട് സംസാരിച്ച ശേഷമാണ് മോഹൻലാൽ രാജിവെക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് മോഹൻലാൽ തന്നെ ഭരണസമിതിയിലെ മറ്റുള്ളവരെ അറിയിക്കുകയായിരുന്നു. പിന്നാലെ മറ്റംഗങ്ങളും മോഹൻലാലിന്റെ തീരുമാനത്തോട് യോജിച്ചു. തുടർന്നാണ് ഭരണസമിതി രാജിവെച്ചൊഴിഞ്ഞത്. താരസംഘടന പിളരുമെന്ന ഘട്ടത്തിലാണ് ഭരണസമിതി രാജിവെച്ചതെന്നാണ് സൂചന. നിലവിലുള്ള നേതൃത്വത്തോട് അമ്മയ്ക്കുള്ളിൽ കടുത്ത എതിർപ്പും അമർഷവുമാണ് ഉയർന്നത്. അതോടെയാണ് ഭരണസമിതി പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. 2 മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. അമ്മയിലെ പൊട്ടിത്തെറിക്ക് തുടക്കമിട്ടത് ജഗദീഷാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിച്ചപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറഞ്ഞതാണ് ജഗദീഷിനെ പ്രകോപിപ്പിച്ചത്. തുടർന്നാണ് പത്രസമ്മേളനം വിളിച്ച് ജഗദീഷ് സിദ്ദിഖിന്റെ നിലപാടിനെ ചോദ്യം ചെയ്തത്. പിന്നാലെ മറ്റൊരു വൈസ് പ്രസിഡന്റായ ജയൻ ചേർത്തലയും അമ്മയ്ക്കെതിരെ വിമർശനവുമായി എത്തി. ഇതോടെ താരസംഘടനയ്ക്കുള്ളിലെ ഭിന്നത മറനീക്കി പുറത്തു വന്നു. അതിനിടെ സിദ്ദിഖിനെതിരെ ലൈംഗിക പീഡന ആരോപണം വന്നു. സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. ഇതോടെ സംഘടന ആടിയുലഞ്ഞു തുടങ്ങി. കഴിഞ്ഞ ദിവസമാണ് വിഷയത്തിൽ തന്റെ നിലപാട് പറഞ്ഞ് പൃഥ്വിരാജ് രംഗത്ത് വന്നത്. അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് വ്യക്തമായി പൃഥ്വിരാജ് ചൂണ്ടിക്കാട്ടിയതോടെ സംഘടനയിലെ യുവതലമുറയുടെ നിലപാട് വ്യക്തമായി. ഇതും കൂടിയാണ് മോഹൻലാലിനെ രാജിവെക്കാം എന്ന ചിന്തയിലേക്ക് എത്തിച്ചതെന്നാണ് സൂചന. സിദ്ദിഖ് ഒഴിഞ്ഞ ശേഷം ജനറൽ സെക്രട്ടറി പദവി വഹിച്ചിരുന്നത് ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജ് ആയിരുന്നു. ബാബുരാജിനെതിരെ കൂടി ആരോപണം ഉയർന്നതോടെ അമ്മ കൂടുതൽ പ്രതിസന്ധിയിലായി. ആരോപണ വിധേയർ സ്ഥാനമൊഴിഞ്ഞ് അന്വേഷണം നേരിടുകയാണ് വേണ്ടതെന്ന് പൃഥ്വിരാജും ശ്വേതാ മേനോനും പരസ്യമായി ആവശ്യപ്പെട്ടു. ഈ അഭിപ്രായത്തിന് ഏറെ പിന്തുണ കിട്ടുകയും ചെയ്തു. അമ്മ ഭാരവാഹികൾ കൈക്കൊണ്ട ചില നിലപാടുകളോടും പല അംഗങ്ങൾക്കും വിയോജിപ്പുണ്ടായിരുന്നു. അത്തരം വിയോജിപ്പുകളും എതിർപ്പുകളും മറനീക്കി പുറത്തു വരികയും ചെയ്തു. എക്സിക്യൂട്ടീവ് ചേരാൻ ഭരണസമിതിയിലെ ചില അംഗങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. എക്സിക്യൂട്ടീവ് വിളിക്കാൻ വൈകുന്നതിനെതിരെ അമ്മ അംഗങ്ങൾക്കിടയിൽ പ്രതിഷേധമുയർന്നു. ഇതിനെപ്പറ്റി അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ചർച്ചയുണ്ടായി. ഉടൻ തീരുമാനം എടുത്തില്ലെങ്കിൽ പലതും തുറന്നു പറയേണ്ടി വരുമെന്ന് പല അംഗങ്ങളും ഭീഷണി മുടക്കി. തുടർന്നാണ് രാജി തീരുമാനത്തിലേക്ക് മോഹൻലാൽ എത്തിയത്. തീരുമാനം എടുക്കും മുമ്പ് മോഹൻലാൽ മമ്മൂട്ടിയെ വിളിച്ചു. രാജിയാണ് നല്ലതെന്ന് മമ്മൂട്ടിയും അഭിപ്രായപ്പെട്ടു. തുടർന്നാണ് മോഹൻലാൽ രാജിവെച്ചത്. അനിവാര്യമായ വിധിയാണ് അമ്മയ്ക്കുണ്ടായിരിക്കുന്നതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇത്രയും നാൾ പുകഞ്ഞു നിന്ന അഗ്നിപർവ്വതം ഒടുവിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു.